ഇത് എന്നായിരിപ്പാ? റെഡി ആയില്ലയോ? ഞാൻ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഡീസൽ ഓടിച്ച് ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും. അത് ശരിയാകുമല്ല. എന്റെ ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തിയേ? വന്നില്ലയോ? അതാ പറഞ്ഞത് ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അതല്ലടോ, നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്നതാ ഔസേപ്പേട്ടാ? നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ ഇങ്ങ് അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞോ നടത്തിയേ? അതല്ല, ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നതല്ലേ നല്ലത്. അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇത് നമ്മൾ കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ. അല്ല, അവൻ പറയുന്നത് നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ. ഔസേപ്പേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കുള്ള മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും. അവരത് നോക്കിയാ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ല അത് ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം ഒന്ന് റെഡിയായിക്കേ. പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ. ആരാ? വൈലിയാന്നേ. അതെല്ലാം അച്ഛനായരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വരുന്നു. ഏലമ്മോ, ദാ വരുന്നേ. മറിയേ, മറിയേ, ദീനാമ്മ കഞ്ഞി എടുത്ത് വെച്ചില്ലേ? കുളി കഴിഞ്ഞിട്ട് മേലെ വിളി തുടങ്ങി. മേശപ്പുറത്ത് കഞ്ഞി കണ്ടില്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക്. ദാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക്. ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ. ആഹാ, നീ ഇതായിട്ടിരിക്കുക. കഴിഞ്ഞു ചേട്ടത്തി, കഞ്ഞി ചരുവത്തി 6 വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ. ഒന്ന് വേഗം ആവട്ടെന്നേ. അവരൊരു 11 മണി ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ. ആലീസ് എന്തിയെ? മേലിലുണ്ടായിരുന്നല്ലോ. ഇതെന്നതാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നേ? നിങ്ങൾക്കൊന്ന് സ്കൂളിലൊന്നും പോകണ്ടായോ? ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. എനിക്ക് ആലീസേറ്റ് കെട്ടാൻ പോണ ആളെ കാണണം. നീ കൊള്ളാവല്ലോടി. അതിനിന്ന് കെട്ടാൻ പോകുന്ന ചെറുക്കം വരുന്നില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോകാതിരുന്നാലേ ആലീസ് ചേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ച് കെട്ടിക്ക. അയ്യേ കുഞ്ഞമ്മ. വാ വാ, എണീറ്റ് വാ. ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും ഇട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ എന്റെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താമെന്ന്. എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ ചെറ്റ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇത് നിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും. മുതലാളി, എന്റെ തൊഴിലാണ് സത്യം. മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവര് 2 പാർട്ടിക്കാരും കൂടി അത്. വേണ്ട, കേക്കണ്ട. ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയ എന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ. ഒടുവിൽ എന്ത് പറ്റി? കുഞ്ഞുമായുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു. അറിയോ എനിക്ക്? ചെല്ലി എന്നോട് പറഞ്ഞാല് അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26-ന് തന്നെ എന്റെ മോടെ കഴുത്തിലും താലി കയറുമെന്ന്. ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ. സ്വത്തിലും തറവാട്ട് മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോള് നിൽക്കും. പാറച്ചാണ്ടി കൊണ്ടുവന്ന ആലോചനയാ. അയാൾ തന്റെ കൂട്ടേ ഊച്ചാളി ബ്രോക്കറൊന്നുമല്ല. എഴുന്നേറ്റ്. പരട്ടനായരെ, കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോൻ വിചാരിച്ചാലും ഈ ഇട്ടിയ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓടാറങ്ങി. വണ്ടി അടിച്ചു. റോഡ് അരികെ കൂടെ നടന്നു വരുമ്പോ ഒരു ലോറിയെ വന്നിടിച്ചത്. ഈ ആഴ്ചയിലെ ഷൈനായിട്ടുള്ള കെട്ട്. മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാ. ആ മാത്തച്ഛൻ ചെയ്യിച്ചതായിരിക്കും, ഉറപ്പാ. മഹാപാപി. എവിടെ നോക്കട്ടെ. പണം ഇല്ലാന്നല്ലേ ഉള്ളൂ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ജോണിച്ചൻ. ആ ദുഷ്ടം മാത്തച്ഛൻ അങ്ങ് കെട്ടിച്ചു കൊടുത്താലെന്താ? പാവ ഷൈനി. ഇനി ജോണിച്ചൻ രക്ഷപ്പെടുവോ ആവോ, കണ്ടറിയണം. അല്ലെങ്കിൽ ഈ ഹാരിസ് പ്ലാമോഡിന്റെ കഥകളൊക്കെ ഇങ്ങനെയാ. അങ്ങനെ രസമായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു. ശരിയാ, കൂടില്ല കുരുവിലെ വിമൽകുമാറിന് ഓർമ്മയില്ലേ?
വിമാനത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞത്? എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നേ? നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ. എന്തായാലും ഞാനൊരു കത്ത് എഴുതാൻ പോവാ. ആ ഞാൻ പോട്ടെ, നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി. അലിസേ, ആ ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ നാൾ വരുന്നത്. ഉം. എഞ്ചിനീയർ അല്ലേടി? നീ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തന്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ട് പറയണ്ട. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചനും കുടുംബം അല്ലാതെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുവോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ. നല്ല ഇണക്കവും ചേർച്ചയും ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ? ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയറിന്റെ ടയർ കമ്പനി. ഈ ഡൺലിപ്പ്, മോഴ്സി, ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാളെ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിന് ചുറ്റും കാണുന്ന 4, 3, 7 റബ്ബറേ ഉള്ളോ അതോ? അല്ല, ഇതിലെ മേലോട്ട് കയറിയ ഒരു 10-100 ഏക്കറുണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ? വയനാട്ടിലോ? അതെ. വയനാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ, ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്കിപ്പോ നല്ല വില അല്ലയോ? പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നത്. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS, IFS, PSP. ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ടങ്ങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാത്തിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിന് എന്നാ? ഇടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ? ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനിട്ടും കോല് വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല, അനങ്ങാ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? അത് ശരിയാ. എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടേ, ഇത് എന്തൊരു കഷ്ടവാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ച വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതെന്നെ ആണും പെണ്ണും തമ്മിലല്ലേ? നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവൂ. നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? എന്താ കാണാത്തത്? മണി 10 ആവുന്നുള്ളൂ. എന്താടി, കാണാൻ അത്രയ്ക്കങ്ങ് കൊതിയായോ? അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ. നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും 1-2 പല്ലും പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ. ദേ, ഇട്ടിച്ചായം വാക്കുകൊടുത്തതാ. എന്നാ പിന്നെ അപ്പച്ചനങ്ങ് കെട്ടിക്കൊണ്ടാ മതി. നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ജോർജുട്ടി, ആ ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന അവര് പറഞ്ഞേ. ചാണ്ടിച്ച വരുന്നില്ലേ? എന്നാത്തിനാ നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? പിന്നൊരു കാര്യം, കർത്താവിന് ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ.
ജോർജുട്ടിയല്ലേ? അതെ. പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ. ഇരിക്കൂ. ഇരുന്നില്ല. ആലീസ് എവിടെയാ പഠിച്ചത്? ന്യൂ വിക്ടറിയില്. അതെവിടെയാ? അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബർ കടയുടെ മുകളിലാ. പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നത്? SSLC പാസ്സാവണ്ട എങ്ങനെയാ കോളേജിൽ പോണത്? SLC പാസ്സായിട്ടില്ല? 3-4 വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞേ എന്നല്ലേ? ഹേയ്, അതിന് മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളു? എഞ്ചിനീയർ അല്ലേ? ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത്. എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോയില നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ടൊരു ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഏയ്, എനിക്കിഷ്ടാണ്. എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്തിരിയുടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ തനി സണ്ണിക്കുട്ടിച്ചാൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. ഏ? കതിരിലെയാ? വെറുതെ അല്ല SLC പാസ്സാവണ്ടിരുന്നു. എന്നാ പറഞ്ഞേ? ഞാനൊന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാവത്തര എനിക്കിഷ്ടായത്. അതല്ല, അല്ല, നീ ഇത് എന്നെ കൂടെ പവണ്ണായി കിടക്കുന്നേ? ഈ കഥാമാസ്യ വായനയൊക്കെ നിർത്തി അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി. ഈശോ, സേവയ്ക്ക് സമയായി. ദാ വരുന്നേ. മറിയേ, മറിയേ, ദേ വരുന്നു. നിനക്കെന്നെ തലവേദന തുടങ്ങിയോ? എന്താ നാത്തൂനെ? ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചു. ഓ, എന്നാ പോർക്കൊളുത്തതും കൂടി എടുത്തോ. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നു. കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തോട്ടെ? ആ, അറിയാലോ? നിന്റെ അപ്പന്റെ തറവാട്ടത്തൂടെ കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടോ? എന്നോടാ ചോദിച്ചേ? ഇല്ല. പിന്നെ നീ എന്തിനാ അവിടെ കാശൊക്കെ എടുത്ത് കണ്ടവളമാർക്ക് കൊടുക്കുന്നേ? ആ കുഞ്ഞുഞ്ഞിന്റെ കെട്ടിയൊക്കെ 100 രൂപ കൊടുത്തേനാന്നോ?
അവളാരാ നിന്റെ നാട്ടുവിനോ? അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അതിഞ്ഞു കൊണ്ട് തരുമെന്നേ. തരും. എടീ വിവരം കേട്ടവളെ പുള്ളിക്കാരത്തി പോയി. പോയാ? ആലീസേ, എന്താ അപ്പച്ചാ? ദീനാമേന്തേടി? തലവേദനയായിട്ട് കിടക്കുവാ. ഓ, എന്താ ഇപ്പൊ ഇത്ര തലവേദന എടുക്കാൻ? അവിടെ കെട്ടിയവൻ ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല വരുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞാ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്നാ വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ. തിരിഞ്ഞു നോക്കലേ ഒഴിക്കടാ. ഇതെന്നാ തൊള്ള തുറക്കല? ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിൽക്കാൻ പറ. നാശം. ഒരുത്തിയുടെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്. നല്ല കാലത്ത് 4 കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളംകളി എന്നും പറഞ്ഞു കിടക്കുക. പ്രയോജനമുള്ളടെ വേണ്ടുക. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടോ കൃഷിയുള്ള കുടുംബത്തിലാന്ന് വേണ്ട എന്താ കാര്യം? ഇവനൊരുത്തൻ തലതിരിഞ്ഞു പോയില്ലേ? ആരാടാ? ഞാനാ അളിയൻ. ഏതളിയൻ? കുഞ്ചേറിയ അളിയൻ. തന്നെ ഉണ്ടല്ലോ കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ചാകത്തില്ല. ചാവിന്റെ കാര്യം പറയണ്ടളിയാ. ഇക്കഴിഞ്ഞ 14-ന് ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു. തുടങ്ങി. കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്? മതി മതി. കള്ളം മറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണ് കാണും. മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ, തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു മെഡലാ. മടല, കവളം മടല്. അത് അളിയൊരു അന്തസ്സല്ലേ? അന്യനാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കണോ. ശവം ഇവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം. അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലേ ചെല്ലേ പോ. അളിയാ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ് ഊണിന് മുമ്പ് ഒരെണ്ണം. എന്നാലും കെട്ടി ഇറക്കിയിട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനാണല്ലോ എന്റെ വിധി. അതിന് നിനക്കിവിടെ എന്നാ ഒരു കുറവ്? മറിയേ, സത്യം പറയാലോ, നീ ഇപ്പൊ നന്നായിരിക്കുക. എണ്ണയും മുട്ടയും തേച്ച് മത്സ്യത്തിന് ഇറങ്ങുന്ന ചുണ്ടന്റെ കൂട്ട് നീ അങ്ങ് തിളങ്ങുക. ഒന്ന് പോ മനുഷ്യ. ഈ കിന്നാരം പറച്ചിലേ ഉള്ളൂ. എത്ര കാലം കൂടിയിട്ടാ ഒന്നിങ്ങി കേറിയത്. അതിന് എനിക്ക് അവിടെ 100 കൂട്ടം പണിയില്ലേ? ഇപ്പൊ തന്നെ ആശാരി വേലപ്പിനും തപ്പി ഇറങ്ങിയതാ. ആ, അപ്പൊ വേലപ്പനെ കാണാൻ വന്നതല്ലേ? നമ്മളെ ചുണ്ടന് ഇത്തിരി പാച്ച് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ചുണ്ടന്റെ വെള്ളത്തിന്റെ കാര്യല്ലേ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? ഇത് നോക്കിയേ, നോക്കിക്കേ. വേണമെങ്കിൽ ചില്ലിടിച്ച് ചെമരി തൂക്കിക്കോ. ഞാനൊരു ടീം ക്യാപ്റ്റനായതിനു ശേഷം ആദ്യമായിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, കൊച്ചു ചെറുക്കനായിട്ടുണ്ട്. അതിനെന്നാ, ഈ പ്രായമൊക്കെ പ്രായാണോ? ഇനി സമയം കിടക്കല്ലേ. കുഞ്ചറിയ ഇത് ഞാനൊരു ഭാഗത്ത് ചൂരിലുള്ള സമയമായില്ലേ? എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങള്? രാവിലെ കെട്ടിയെടുക്കുവോ? അളിയന്റെ മൂഡ് അത്ര ശരിയല്ല. രാവിലെ കാണാം. അവിടെ പറയട്ടെ. ആ ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം. ഓ, ആലീസിന്റെ. ആലീസ് പെണ്ണല്ലേ അളിയാ? പറയുന്ന കേക്കടോ. എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. പറ. അവിടെ ചെന്നിട്ട് മലഞ്ഞെറുക്കന്റെ ബിസിനസ് ഉള്ള കുഞ്ഞിപ്പാലിനെ കാണണം. അവിടെ ആടും ചോദിച്ചാടെ കട കാണിച്ചു. അയലാം കൂട്ടി ചെറുക്കന്റെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താ? അല്ല, അതിപ്പോ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, നമ്മുടെ ചുണ്ടൻ ആശാരി കണ്ടിട്ട്. എടോ, ആശാരിക്ക് പിന്നെ വായിക്കലിടാം. എന്നാ പൊക്കളാ? ആ, പിന്നൊരു കാര്യം, അന്തസ്സുള്ളൊരു തറവാടാണെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചെന്ന് തിരക്കി എന്റെ തറവാടിന് പേരുദോഷം ഉണ്ടാക്കരുത്. അളിയാ, അളിയന് ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. ഞാനൊരു കാര്യമായിട്ട് ഏറ്റതാ.